കുഞ്ഞു മക്കൾക്ക് വീണ്ടും ഒരു അവധിക്കാലം വന്നെത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ അവധിക്കാലം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറമ്പിലൊക്കെ കളിച്ച് പലവിധ ഉല്ലാസങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. പക്ഷേ ഈ നാടൻ കളികളൊക്കെ ഇപ്പം എങ്ങോട്ട് പോയി? അത് കളികൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ അത് പിള്ളേർ മാറിയെന്നുള്ള കാലഘട്ടം മാറി. ഓരോ കളി ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു സാമൂഹ്യമായ കാരണമാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് വെണ്ണ കെട്ടത്? ചോക്ലേറ്റ് ഇല്ലായിരുന്നു. ചോക്ലേറ്റ് 2 സെക്കൻഡ് കൃഷ്ണൻ പോയി ചോക്ലേറ്റ് കേൾക്കുകയായിരുന്നു. ഞാനൊക്കെ എൻ്റെ കുട്ടികൾ ഓർലിക്സ് ആയിരുന്നു കെട്ടുന്നുകൊണ്ടിരുന്നത്. ശ്രീകൃഷ്ണൻ്റെ കാലത്ത് നമ്മളെ വീട്ടിൽ വെണ്ണ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ വെണ്ണ വെക്കാന്നുള്ള ശ്രീകൃഷ്ണ കാലഘട്ടത്ത് അത്രയും സാധനം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മുമ്പ് അത് കെട്ടുന്നേ ഉള്ളൂ. അപ്പം സാമൂഹ്യ സാഹചര്യങ്ങൾ വന്ന മാറ്റമാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന കളികളുണ്ടായിരുന്നു. ഈ കൊത്തങ്കല്ല് എന്ന് വന്നിട്ട് ഇങ്ങനെ കല്ല് കിട്ടുകൊണ്ടൊരു കളി, ഗോട്ടി കളി, ചുള്ളി കോലുന്നത്, ക്രിക്കറ്റ് കളിക്കുന്ന പോലെ. അപ്പം എൻ്റെ വാപ്പാക്ക് ഭയങ്കര പേടിയാണ്. ഇത് കണ്ണിലേറ്റം കൊണ്ടാലേ നല്ല ബുദ്ധിമുട്ട്. അത് വാപ്പ കാണാനാണ് നമ്മൾ കളിക്കില്ലേ. പിന്നെ ഓലപ്പന്ത്, പന്തുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞിട്ടൊരു കളി. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക്, സാറ്റ് കളിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം പിള്ളേർ അന്ന് വെച്ചാൽ കാര്യം നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ വെക്കേഷന്. വേറെ ഇപ്പം എൻ്റെ ഒരു കുട്ടികൾ ഞാൻ LP സ്കൂളിൽ നമ്മൾ ക്രിക്കറ്റ് അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നുമില്ല മലബാറിലൊന്നും. അതിവിടെ ടൗണിലൊക്കെ മാത്രമുള്ളൊരു കളിയാണ്. പിന്നെ ഫുട്ബോളിലാണ്. അപ്പോൾ എല്ലാവർക്കും, എനിക്ക് സ്വന്തമായി ഫുട്ബോൾ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും സ്വന്തമായി ഫുട്ബോൾ മേടിക്കാനുള്ള കാശൊന്നും ഇല്ല പിള്ളേർ. എന്നിട്ട് ഇങ്ങനെ ഞങ്ങളവിടെയൊക്കെ റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ റബ്ബറിൻ്റെ ഈ എടുത്തിട്ട് കെട്ടിയിട്ട് ബോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അപ്പോൾ സ്വന്തം ഫുട്ബോൾ മേടിച്ചത്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പരിചയം പോലും അവർക്ക് അറിയില്ല. അപ്പം അങ്ങനെ വെക്കേഷൻ സമയത്ത് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. വെക്കേഷൻ സ്കൂൾ പൂട്ടുന്നു, സ്കൂൾ പൂട്ടി പിന്നെ എന്താ പരിപാടി? ഇന്നത്തെ വേനൽക്കാല ക്ലാസ്സുകളില്ല. പിന്നെ ഇന്നത്തെ പോലെ എന്താണ് എല്ലാ സ്ഥലത്തും ബിൽഡിങ്ങുകളില്ല. അങ്ങനെ ഞങ്ങളടുത്ത് വയലാണ്. അപ്പം അല്ലെങ്കിൽ കേരളത്തെ അധികവും ആലപ്പുഴ എറണാകുളമൊക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ കോഴിക്കോട് മലപ്പുറം സൈഡിലൊക്കെ എന്ന് വെച്ചാൽ കുന്നുകളായിരിക്കും. അപ്പോൾ നമുക്ക് കളിസ്ഥലങ്ങൾ താരതമ്യേന കുറവാണ്. പിന്നെ സ്കൂളിൻ്റെ കളിസ്ഥലങ്ങൾ പൊതുവേ അവിടുത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഗേറ്റിട്ട് പൂട്ടിക്കളയും അന്നേ. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അത് അടുത്ത പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം വയലുകൾ ഇങ്ങനെ വിശാലമായി കിടക്കും. അപ്പോൾ നെല്ല് കൊയ്ത് വയലുകളുണ്ടാവും. അപ്പോൾ ഈ വയലുകളിലാണ് ആ സമയത്ത് നമ്മൾ വൈകുന്നേരത്ത് പോയി കളിക്കുക. പിന്നെ ഇപ്പോൾ വേനൽക്കാല ക്ലാസ്സുകൾ ഇതൊന്നും ഇല്ലല്ലോ. പിന്നെയുള്ള ലൈബ്രറിയിലെ വായനയാണ്. അപ്പോൾ അന്ന് നമുക്ക് മറ്റൊന്നും അവൈലബിൾ ആയിട്ടില്ല. ഒന്ന് ക്രിക്കറ്റ് നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്നതിൻ്റെ ചുള്ളിയും കോലും കളിക്കും, അങ്ങനെ അർമാദിക്കും. പിന്നെ നാട്ടുമാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഈ ഹിന്ദു കമ്മ്യൂണിറ്റി ആയിട്ട് എന്താ പറയുക, എനിക്ക് ഒറ്റ കാര്യത്തിൽ ആപ്പാടെ എതിർപ്പില്ല. കാരണം വെച്ചാൽ പൊതുവെ ആരെയും മരിച്ചു കഴിഞ്ഞാൽ മാവ് കെട്ടിക്കളി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ സീരിയസ്ലി മാവോട് എനിക്കിപ്പോഴും മനസ്സിലായി, മാവോട് എന്നെ ദയിപ്പിക്കണം എന്ന് നിർബന്ധമാണ് പലർക്കും. അപ്പോൾ നല്ല മാവുകളില്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മുടെ എളോർ അല്ലെങ്കിൽ ചേലൻ എന്നൊക്കെ പറഞ്ഞ മാവാണ്. ഇപ്പോൾ എളോർ എന്നാണ് കോഴിക്കോട് അതിന് പറയാം. ഇളവ മാങ്ങയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും വിലയുള്ള എന്താ നാവ് കൊള്ളാത്ത പേരുണ്ട്, ഹിമസാഗർ അങ്ങനെ പേരുള്ള മാങ്ങയുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നത്. കിലോ 450ഒക്കെയാണ്. അതിൻ്റെ അതേ ടേസ്റ്റാണ്. അതുപോലെ ഞങ്ങളുടെ ചേലൻ എന്ന് പറഞ്ഞ മാങ്ങുണ്ട്. ആ ചേലൻ മാങ്ങേൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ അൽഫോൻസയുടെ അതേ ടേസ്റ്റ്. അതേ ചേലൻ മാങ്ങ എന്ന് ഞങ്ങൾ പറയും. അതേ വെറൈറ്റി സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും റോഡ് സൈഡിലുണ്ടാവില്ല, ഏതെങ്കിലും പറമ്പിലുണ്ടാവും. നമ്മളൊന്നും എറിഞ്ഞിട്ടാലും അവർ ഒന്നും പറയുന്നില്ല. ഇന്നത്തെ കാലമല്ലല്ലോ. എന്നിട്ട് നമ്മളെടുത്തുകൊണ്ട് കഴിച്ച് ഇങ്ങനെ അമ്മാതിച്ച് കളിച്ച് തോട്ടിലൊക്കെ പോയി ചാടി കുളിച്ച് അങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള വേറെ ഒരു ഓപ്ഷൻ നമുക്കില്ല. വേനൽക്കാല ക്ലാസ്സുകളില്ല. പിന്നെ ലൈബ്രറി പോയി എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കും. ഇപ്പോൾ എന്തെങ്കിലും ചില ബുദ്ധിജീവികൾ കലാസമിതിക്കാർ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ചിലതൊക്കെ കേട്ടുകൊണ്ടിരിക്കും, ചില പാട്ടൊക്കെ പാടും. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ സമയമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടി അത് കഴിഞ്ഞിട്ട് വന്ന ജനറേഷനാണ് ക്രിക്കറ്റ് കളിക്കുന്ന ജനറേഷൻ വന്നത്. ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പൊക്കെ വന്നതോടുകൂടി പിന്നെ ക്രിക്കറ്റും ഫുട്ബോളും വളരെ സാമ്പത്തികമാകുകയും ക്രിക്കറ്റ് കളി തുടങ്ങുകയും ചെയ്യും. അത് നമുക്ക് ശേഷം വന്ന ജനറേഷൻ നമ്മളും അതിൻ്റെ ഭാഗമായി. ഒരു ഹൈസ്കൂളൊക്കെ പഠിക്കാൻ നമ്മളും അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അന്നും നമുക്ക് വേറെ മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. ബാലുശ്ശേരി സന്ധ്യയിൽ പോയി, ബാലുശ്ശേരി സന്ധ്യ ഇന്നും നിലനിൽക്കുന്ന B ക്ലാസ് തിയേറ്ററുകളൊന്നാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല തിയേറ്ററുകളൊന്നാണ്. റിലീസിങ് കേട്ടിട്ടുണ്ടെങ്കിൽ പുലിമുരുകനൊക്കെ ഏറ്റവും നല്ല തിയേറ്റർ ബാലുശ്ശേരി സന്ധ്യയായിരുന്നു. ബാലുശ്ശേരി 4 തിയേറ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത്. സന്തോഷ്, സന്ധ്യ, കൈരളി, പ്രഭാത്. അതിൽ സന്ധ്യ അന്നും ഒരു ക്ലാസ് തിയേറ്ററാണ്. അതിൻ്റെ മുതലാളിയുടെ മോൻ സൗണ്ട് എഞ്ചിനീയർ എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അവൻ അന്നേ സൗണ്ട് എഞ്ചിനീയർ അങ്ങനെ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ എഴുതുന്ന എല്ലാ മാറ്റങ്ങളും ആദ്യം സന്ധ്യയിൽ വരും. സന്ധ്യ അടിച്ചു നോക്കിയാൽ മതി. വലിയ റേറ്റിംഗുള്ള തിയേറ്ററാണ് ഇപ്പോഴും. അപ്പം സന്ധ്യയെ പറ്റിയൊരു സിനിമ ആണ്. ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. ഇപ്പം അതല്ല. ഇപ്പം പിള്ളേരെ സംബന്ധിച്ച് ഒന്ന് അവരെ സമയം അവധിക്കാലം ഇല്ല. അവധിക്കാലത്ത് അവർക്ക് എൻട്രൻസ് കോച്ചിങ് അത് ഇത്. ഞങ്ങളൊക്കെ ഈ കോച്ചിങ്ങിനെ പറ്റി ആലോചിക്കുന്ന തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഇപ്പോഴും കുട്ടിക്കാലം തൊട്ടേ അവർക്ക് കോച്ചിങ് തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതുപോലെ കരാട്ടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ. പിന്നെ വേനൽ തുമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഒരു ക്ലാസ്സിൽ നിന്ന് അവർ വേറെ ക്ലാസ്സിലേക്ക് പോവുകയാണ്.
രണ്ട്, നമുക്ക് കുട്ടികളെ 1-2 കുട്ടികളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടികളോട് തന്നെ വിടാൻ നമുക്ക് പേടിയാണ്. അപ്പം തന്നെ അത് നമുക്ക് പാരൻറ്റിങ് വല്ലാത്തൊരു സംഭവമായി മാറിക്കഴിഞ്ഞു. നമുക്ക് പേടിയാണ്. ഷഹബാസ് എന്ന കുട്ടി താമരശ്ശേരി ഞങ്ങളുടെ അടുത്ത നാട്ടുകാരനാണ്. കുട്ടി കൊല ചെയ്യപ്പെടാൻ കൂടെയുള്ള പിള്ളേരാണ്. എൻ്റെ വാപ്പ പണ്ട് എന്നോട്, എനിക്കിതൊക്കെ വാപ്പ പൊളിറ്റിക്സിലുള്ളതുകൊണ്ട് വാപ്പ അതൊക്കെ മുൻകൂട്ടി കാണാം. വാപ്പ പണ്ടേ പറയുന്നു, സൂക്ഷിക്കണടാ, ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ചില ബോധവും ചെയ്യുന്നല്ല വാപ്പ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യരുത്. പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചുറ്റുപാട് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എന്തൊക്കെയുണ്ട്, കാടുകളൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങളൊക്കെ അപ്പം എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടാവും ഒക്കെ നോക്കണം. അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം 1-2 പിള്ളേരേ ഉള്ളൂ. ഞാനും 1-2 ഞങ്ങൾ 2 പിള്ളേരുണ്ട് അന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ ആരും വലിയ ബന്ധമില്ലാതാണ് പിള്ളേരെ വളർത്തുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മകളില്ല. പിന്നെ ടർഫ് പോയിട്ട് നമ്മൾ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി കളിക്കും. പിന്നെ വെക്കേഷൻ നേരെ അടുത്ത കസിൻസ് മാത്രം വരും, അവരുടെ കൂടെ കളിക്കും. പിന്നെ സ്കൂളിൽ കളിക്കും. സ്കൂളിൽ പലപ്പോഴും CBSE ICSE സ്കൂളാണെന്ന് നിങ്ങൾക്ക് കളിക്കാൻ സമയം കിട്ടുന്നില്ല. വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടൂ, അത്രയും പഠിക്കാനുണ്ടാവും. അപ്പോൾ അവരെ സമയം ഒന്നും സമയമില്ല. മുമ്പ് തന്നെ നാട്ടിൻ പ്രദേശത്തെ ഈ നിലങ്ങളില്ല, വേറെ ഒന്നും കൂട്ടുകാരില്ല. അതേസമയം തന്നെ അവർക്ക് ഇതെല്ലാം തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടില്ലാതെ ആസ്വദിക്കാൻ നിങ്ങൾ ഗാഡ്ജറ്റുകൾ കയ്യിലെത്തി. നിങ്ങൾ അവിടെ ചുട്ടിയും കളിക്കാം, ലുഡോ കളിക്കാം, ഗോട്ടി കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജെയിംസ് ബോണ്ടിനെ പോലെയുള്ള മൗണ്ടനിയറിങ് നടത്താം, ഷൂട്ട് ചെയ്യാം. ഇതിനെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒസാമ ബിൻ ലാദൻ ആവാം, നിങ്ങൾക്ക് വേണ്ട നാദുറാം ഗോഡ്സെ ആവാം, നിങ്ങൾക്ക് എന്തും ആവാം. പറ്റിയിട്ടുള്ള ജസ്റ്റ് കിടന്നാൽ മതി. അപ്പുറത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ട്. അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവില്ല. വലിയ അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലാണ്, വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഫെസിലിറ്റീസ് വന്നു. അപ്പോൾ ഈ ഫെസിലിറ്റീസിൽ വന്ന മാറ്റവും സമൂഹത്തിലെ ഡിമാൻഡുകൾ വന്ന മാറ്റവും. പണ്ട് നിങ്ങൾക്ക് വെക്കേഷൻ കാലത്ത് കളിച്ചാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഈ 2 മാസം നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അക്വയർ ചെയ്യാനുള്ളതാണ്, അരങ്ങേറ്റം നടത്താനുള്ളതാണ്. കരാട്ടൻ്റെ ബ്ലാക്ക് ബെൽറ്റിൻ്റെ അതിന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നതിന് മുമ്പ് ഓറഞ്ച് ബെൽറ്റ് അല്ല, ബ്ലാക്ക് ബെൽറ്റിന് മുമ്പ് തന്നെ ഈ ടെസ്റ്റിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഭയങ്കര റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 10-15 കിലോമീറ്റർ ഓടണം, സൈക്ലിംഗ് ഉണ്ട്, സ്റ്റാമിനയൊക്കെ തെളിയിക്കാനുള്ള. അത് അത്ര എളുപ്പം നല്ല ഈ സാധനം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിരിക്കും ഈ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ. പിന്നെ ചുറ്റുപാടായിട്ട് ബന്ധമില്ല. ബന്ധങ്ങൾ മൊത്തം ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലാണ്. അവരുടെ ലോകം ഇൻസ്റ്റയാണ്. ഇൻസ്റ്റയിലുള്ള ബന്ധങ്ങളാണ്. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഈ ബന്ധങ്ങളൊന്നും റിയലായിട്ടുള്ള ബന്ധങ്ങളുമല്ല. അതാണ് കാര്യം. ലോകം നിങ്ങളുടെ അടുത്തുണ്ട്, എന്നാൽ അടുത്തില്ലതാണ് എന്നൊരവസ്ഥയിലേക്ക് മാറും. സാർ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ വെളിയിലോട്ട് ഇറക്കാനും പേടിയല്ലേ മാതാപിതാക്കൾ? കാരണം ഇപ്പോൾ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ഏത് കുട്ടി എങ്ങനെ യൂസ് ചെയ്യും? പണ്ട് ഒരു കരുതലുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അടുത്ത വീട്ടിലെ കുട്ടി പുറത്ത് നിങ്ങൾ എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ ആ കുട്ടീനെ പിന്നെ ചിലപ്പം ഇങ്ങനെ സാഹചര്യം മതിയില്ലാന്ന് വീട്ടിൽ കൊണ്ട് ചാക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് പറയും. ഇപ്പം അതൊന്നും ഇല്ല. ആരും ആരെ പറ്റി കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല പണ്ടൊക്കെ പറമ്പുകൾ ധാരാളം ഉണ്ട്. ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ഇപ്പം നഗരങ്ങളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടുപ്പിച്ച് 2-3 സെന്റിലൊരു വീടാണ്. പിന്നെ കളിക്കാൻ സ്ഥലമില്ല. ഉള്ള സ്ഥലമാണെങ്കിൽ ഈ പറയുന്ന ഡംപിങ് യാർഡായിട്ട് മാറി, അല്ലെങ്കിൽ മൊത്തം കാട് പിടിച്ച് കിടക്കുകയായിരിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, മുമ്പ് നമ്മുടെ നാട്ടിൽ പുറത്തുള്ള ആളുകൾ എല്ലാം നമുക്കറിയാവുന്ന ആളുകളായിരിക്കും. ഇന്നാളുടെ ഇന്നാളുടെ അങ്ങനെ ഇന്നതല്ല, ഒരുപാട് പുറത്തുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്കറിയില്ല ഇവർ ആരാ എന്തൊക്കെയാണ്. അപ്പോൾ ഈ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ആശങ്കകൾ വളരെ യാഥാർത്ഥ്യമാണ്. പിന്നെ ക്യാമറ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സേഫാണ് നമ്മൾ കരുതുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ അതിലുപരിയായി നമ്മുടെ ഉള്ളിലെല്ലാം ഒരു പേടിയുണ്ട്. ഈ ഫാക്ടർ എല്ലാം കൂടിയാണ് നാടൻ കളികളെ ഇല്ലാതാക്കുന്നതും നമ്മുടെ വേറെ രീതിയിലേക്ക് പുറത്ത് നടുകയും ചെയ്യുന്നത്. അത് സമൂഹത്തിൽ വന്ന മാറ്റമാണ്. ഞാനത് നെഗറ്റീവായിട്ടൊന്നും കരുതുന്നില്ല. പക്ഷെ നമ്മൾ നാടൻ കളികൾ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞതിൽ മറ്റൊരു സാമൂഹിക ചിന്തയും കൂടെ വരുന്നുണ്ട്. ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി, പണ്ടുണ്ടായിരുന്ന ഒരു സൊസൈറ്റി, ഒരാളെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി. അപ്പം വരുന്ന തലമുറ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനസ്സിലാക്കാൻ നിങ്ങൾ അതിന് സമയമുള്ളതുകൊണ്ടാണ്. ഇന്ന് ആർക്കും മനസ്സിലാക്കാൻ സമയമില്ല എന്നുള്ളതാണ്. സമയം പക്ഷേ പിന്നെ കിട്ടും. 40 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ IT ഫീൽഡിൽ നിന്ന് ഔട്ടാണ്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടും. ആ സമയം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ പക്ഷേ വളരെ ഷാർപ്പാണ് കേട്ടോ. അവർ ഇതിനെല്ലാം ഉപരിയായിട്ട് ചിന്തിക്കാൻ, അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ വിദഗ്ധന്മാരാണ്. പക്ഷേ നമ്മൾ ഈ IQ ലെവലിൽ നമ്മളെക്കാട്ട് ഒരു എഹെഡാണ്, ഒരുപാട് എഹെഡാണ്. പക്ഷേ EQൻ്റെ കാര്യം വരുമ്പോൾ ഒരു പ്രശ്നം. പലപ്പോഴും പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്ത് കളയുക, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊന്നും നമ്മളിങ്ങനെ ഗ്രൂമപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്നും ഒരു കാര്യങ്ങൾ അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. ഈ പിള്ളേർ അങ്ങനെയല്ല. പെട്ടെന്നൊരു പ്രശ്നത്തേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ അവർ എങ്ങനെ അത് ഫേസ് ചെയ്യണമെന്നുള്ള
ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമേ ഞാൻ അതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് കണ്ടിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.